ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് വടക്കുകിഴക്കൻ ഭാഗത്ത് ആദ്യത്തെ ഹൈവേ റൺവേ പ്രവർത്തന സജ്ജമാക്കി ഇന്ത്യ. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ മോറാനിൽ നിർമ്മിച്ച 4.2 കിലോമീറ്റർ നീളമുള്ള എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഈ വരുന്ന ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വിമാനം ദേശീയപാതയിൽ നേരിട്ടിറങ്ങുമെന്നത് ചരിത്രപരമായ നിമിഷമായിരിക്കും. ചൈനീസ് അതിർത്തിയിലെ വെല്ലുവിളികളെ നേരിടാൻ വ്യോമസേനയ്ക്ക് ഈ തന്ത്രപ്രധാനമായ പാത വൻകരുത്ത് നൽകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വായുസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന ബൃഹത്തായ എയർ ഷോയും മോറാനിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. റഫാൽ, സുഖോയ് 30, MKI, തേജസ് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും C-17 ഗ്ലോബ് മാസ്റ്റർ പോലുള്ള പടുകൂറ്റൻ ചരക്ക് വിമാനങ്ങളും ഉൾപ്പെടെ 16 വിമാനങ്ങൾ ആകാശവിസ്മയം തീർക്കും. ഇതിൽ പല വിമാനങ്ങളും ദേശീയപാതയിലെ ഈ റൺവേയിൽ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് നടത്തുകയും ചെയ്യും. ചൈനീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചബുവ എയർഫോഴ്സ് സ്റ്റേഷൻ തൊട്ടടുത്തായി നിർമ്മിച്ച ഈ സംവിധാനം യുദ്ധകാല സാഹചര്യങ്ങളിൽ വ്യോമസേനയ്ക്ക് വലിയ ആശ്വാസമാകും. ദിബ്രുഗഡ് മോറാൻ ദേശീയപാതയുടെ ഭാഗമായി ഈ പ്രദേശം ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഏതാനും 100 കിലോമീറ്ററുകൾ മാത്രം അകലെയാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സൈനിക വിന്യാസം വേഗത്തിലാക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ ആയുധങ്ങളും സൈനികരെയും അതിർത്തിയിലെത്തിക്കാനും ഈ ഹൈവേ റൺവേ സഹായിക്കും. ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും സമാനമായ സംവിധാനങ്ങൾക്ക് ശേഷം വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംരംഭം യാഥാർത്ഥ്യമാകുന്നത്. സമാധാനകാലത്ത് സാധാരണ വാഹനങ്ങൾ ഓടുന്ന ഈ റോഡ് യുദ്ധകാലത്ത് നിമിഷങ്ങൾക്കുള്ളിൽ യുദ്ധവിമാനങ്ങളുടെ താവളമായി മാറും. പ്രധാനമന്ത്രി ശനിയാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്ന് ചബുവ എയർബേസിൽ എത്തുകയും അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ മോറാൻ ഹൈവേയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യും. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം ഗുവാഹത്തിയിലേക്ക് തിരിക്കും. അവിടെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം IIM ഗുവാഹത്തിയുടെ താൽക്കാലിക ക്യാമ്പസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ദേശീയ സുരക്ഷയും ദുരന്ത നിവാരണ തയ്യാറെടുപ്പും ഇത് വർദ്ധിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രതിസന്ധി സാഹചര്യങ്ങൾ ചിതറിക്കിടക്കുന്നതും അതിജീവിക്കാവുന്നതുമായ വ്യോമശക്തി ഈ എയർ സ്ട്രിപ്പ് വർദ്ധിപ്പിക്കുന്നു. ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകളിൽ IAF റാഫേൽ യുദ്ധവിമാനങ്ങളും C-17 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനവും ഹൈവേ സ്ട്രിപ്പിൽ ലാൻഡിങ്ങുകളും ടച്ച് ആൻഡ് ഗോ പ്രവർത്തനങ്ങളും നടത്തുന്നതായി കാണിച്ചു. ഇന്ത്യയിലെ മിക്ക ELF-കളും രാജ്യത്തിലെ പടിഞ്ഞാറൻ, വടക്കൻ, മധ്യഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ELF ആണിത്. ഇത് ചബുവ വ്യോമസേനാ സ്റ്റേഷന് സമീപമാണ്. വടക്ക് കിഴക്കൻ മേഖലയിൽ ആദ്യം അപ്പർ അസമിൽ ഹൈവേ റൺവേയായി മാറി. മറ്റൊരു തന്ത്രപരമായ സാധ്യത തുറന്നുകൊണ്ട് ദിബ്രുഗഡ് മൊറാൻ ദേശീയപാതയുടെ ഒരു ഭാഗം ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള അടിയന്തര ലാൻഡിംഗ് സൗകര്യമാക്കി ഇന്ത്യ മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പുതുതായി വികസിപ്പിച്ച സ്ട്രിപ്പിൽ ഇറങ്ങുമെന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ശനിയാഴ്ച രാവിലെ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നിന്ന് ചബുവ വ്യോമസേനാ താവളത്തിലേക്ക് പറക്കും. അടിയന്തര സാഹചര്യങ്ങളിലോ യുദ്ധകാല സാഹചര്യങ്ങളിലോ യുദ്ധവിമാനങ്ങൾക്കും ഹെവി വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാൻ ഈ ഹൈവേ സ്ട്രിപ്പുകൾ അനുവദിക്കുന്നു. വ്യോമതാവളങ്ങൾ ലക്ഷ്യമിടുന്നതോ ഉപയോഗശൂന്യമാകുന്നതോ ആണെങ്കിൽ ബദൽ റൺവേകളായി പ്രവർത്തിക്കുന്നതിനാണ് ഇത്തരം ELF-കൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം 28 മുതൽ 29 വരെ അടിയന്തര ലാൻഡിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേനയും റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയവും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി ഏകദേശം 15 സൗകര്യങ്ങൾ തയ്യാറായതോ സജീവമായതോ ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ചില അടിയന്തര ലാൻഡിംഗ് സൗകര്യങ്ങൾ താജ് എക്സ്പ്രസ് വേ, ഗംഗ എക്സ്പ്രസ് വേ, NH-925A, പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ എന്നിവിടങ്ങളിലാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തേതായ അസമിലെ ഈ സൗകര്യം ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ളതിനാൽ കൂടുതൽ പ്രാധാന്യം നേടുന്നു. കിഴക്കൻ ലഡാക്കിലെ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യ സമീപ വർഷങ്ങളിൽ വടക്കുകിഴക്കൻ മേഖലയിലെ അതിർത്തി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹൈവേയും റൺവേയും സംയോജിപ്പിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ ദൃഢനിശ്ചയം വെളിപ്പെടുത്തുന്നുവെന്ന് വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ എക്സിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.